ഹലോ ഈഗിൾ ഗെയിമിംഗ് ഡിനിൽ ചേട്ടൻ്റെ ഭാര്യയെ വെച്ചിട്ട് ഏതോ ഒരു തെണ്ടി ഒരു അവിഹിത കഥ ഉണ്ടാക്കി. അതിനെ തുടർന്നുണ്ടായ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഗ്രാമിലെ കുറെ പുണ്ടച്ചികളെയും അല്ലാത്ത കുറെ പുണ്ടച്ചികളെയും, അതായത് ഈ കമന്റ് ഇവൻ ഇട്ടിട്ട് ഏകദേശം 2 മാസമായി കേട്ടാ. അപ്പൊ ഞാൻ വളരെ റീസെന്റ് എനിക്ക് വേറെ കുറെ ആൾക്കാർ ഞാൻ സ്റ്റോറി ഇട്ട ആൾക്കാരുടെ ഈ പറയണതുപോലെ എനിക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഇവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പം ഇവനൊരു ഫേക്ക് നമ്പർ കൊടുത്തിട്ട് അമ്മയും പെങ്ങളെയും താല്പര്യമുള്ളവന്മാരെ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്ത്. അത്രയും ധൈര്യത്തിൽ ആ നമ്പർ കൊടുക്കണമെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഫേക്ക് നമ്പർ ആയിരിക്കും എന്നുള്ള ബോധ്യം ഇവനെ പോലത്തെ മണ്ടന്മാർക്ക് ഉണ്ടാവില്ല, പക്ഷെ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് അത് തുടങ്ങിയത്, മനസ്സിലായോ? ഞാൻ അവിടെ നിന്ന് തുടങ്ങി ലാസ്റ്റിൽ അവന്റെ ഫോട്ടോയിൽ ഞാൻ എത്തിച്ചത്. അവൻ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോ എന്നെ വിളിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പൊ അവരുടെ പേരൻസിന്റെ സൈഡിൽ നിന്ന് പറയണത് അവന് മാനസിക അസുഖമാണ്, അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത് മാനസിക അസുഖമാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റോ അതിന്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെയല്ല, ഡോക്ടറെ ഒന്നും കാണിക്കുന്നില്ല, ഞങ്ങൾ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അവന് വട്ടുണ്ട്, അവർ വീട്ടുകാർ തന്നെയാണ് വട്ടിനെ ട്രീറ്റ് ചെയ്യണതെന്ന്. മോനെ പ്രാന്താണെങ്കിൽ റൂമേ അടച്ചിടണം, അല്ലെങ്കിൽ വല്ല മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അല്ലാതെ ഫോണും കയ്യിൽ കൊടുത്തിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ പോയി കമന്റ് ഇട്ടുമ്പം ഇവൻ ഈ തലയ്ക്ക് പ്രാന്തും കോപ്പൊന്നും ഇല്ലേ? എല്ലാം കഴിഞ്ഞ് ആൾക്കാർ വീട്ടിൽ അന്വേഷിച്ച് വരുമ്പോൾ ഒന്നിക്ക് മോന് പ്രാന്ത്, അല്ലെങ്കിൽ മോൻ മദ്യപാനി. ഇതാണ് കാരണം. ഇങ്ങനെയുള്ള ആൾക്കാരന്മാരെ പൂട്ടിയിടണം, അല്ലാതെ ഫോണും കൊടുത്തിട്ട് വിടുവല്ല വേണ്ടത്. ഇങ്ങനെ സപ്പോർട്ട് നിൽക്കുന്നുണ്ടല്ലോ, നാളെ നിങ്ങളുടെ ഭാര്യയുടെയും മോളുടെയും ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇതേപോലെ കൊണ്ടിടുമ്പോഴും പറയണം അവന് പ്രാന്താണല്ലോ, അതുകൊണ്ട് സാരമില്ല, പോട്ടെ, ക്ഷമിക്കുന്നത് കേട്ടോ. നിങ്ങൾ പറയും, ഇത്രയും തോന്നിവാസം കാണിച്ചിട്ട് സപ്പോർട്ട് നിൽക്കുന്ന പേരൻസ് ആയ നിങ്ങൾ ഉറപ്പായിട്ടും പറയും. അന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ ടെലഗ്രാമിൽ അന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ പറയണ പോലെ നമ്മൾ അന്ന് കുറച്ച് 2 രന്മാരെ തൂക്കി പ്രായത്തിന്റെ കൺസിഡറേഷനിൽ നമ്മൾ വിട്ട് കളഞ്ഞ കേസാണ്. അത് കഴിഞ്ഞിപ്പോൾ വളരെ റീസെന്റ് കുറെ നമ്മുടെ ലൈവ് കാണുന്ന കുറെ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ്, എന്താ ബ്രോ ഇതുപോലെ പാച്ചു ചേച്ചിയുടെയും സ്നേഹയുടെയും പിന്നെ അലീന, ഇങ്ങനെ കുറെ പേരുടെ, മെയിനായിട്ട് ബ്രൈറ്റ് ഫോക്സ്, അവളുടെ പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേര് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ തന്നെ ഇത് കാണുന്ന സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പുള്ളച്ചികൾ ഗ്രൂപ്പ് തെരഞ്ഞു പിടിച്ച് അതിൽ കയറുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഉണ്ടാവുമല്ല, മനസ്സിലായ? അതിന്റെ പേരൊക്കെ ഇട്ടേക്കണത് അങ്ങനെയാണ്, സത്യം പറഞ്ഞാൽ. കണ്ടിട്ട് ഞാൻ ജീവിതം വെറുത്തുപോയി ഗൈസ്, സത്യം പറയാൻ. അതിനകത്ത് എന്തൊക്കെയാ ചെയ്ത് വെച്ചേക്കുന്നത്, അതിനകത്ത് എങ്ങനെയാണെന്ന് അറിയോ ഗൈസ്? ഞാൻ അതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ പിന്നെ ഈ അഡൽ ഗ്രൂപ്പ്സിലുള്ള ഞാൻ ഫോൺ കാണുന്ന ആൾക്കാർക്കൊന്നും ഒന്നും പറയാനില്ല ഗൈസ്. എന്നാലും അറ്റ്ലീസ്റ്റ് അതിനൊക്കെ വേണ്ടി നടക്കണതും അതിനൊക്കെ ആയിട്ട് ജീവിക്കണതായിട്ടുള്ള പോൺ ആക്ടേഴ്സും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ അവരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണതിൽ ഒരു വലിയ പ്രശ്നമാണെന്ന് പറയണ അമ്മാവനല്ല ഞാൻ. പക്ഷെ ഇത് അങ്ങനെയല്ല. ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറണം. ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോസ്റ്റ് ചെയ്തേക്കുന്ന കുറെ സാധനമുണ്ട്. വെറുതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ, അതായത് നിങ്ങളിപ്പോ കാണുന്ന ഒരു എന്താ റാൻഡം കണ്ട ഒരു ഫോട്ടോ, അത് നിങ്ങൾ അവിടെ കൊണ്ടിടുക. ഇട്ടിട്ട് പറയണം എനിക്ക് ഈ ചേച്ചിയെ തുണിയില്ലാതെ വേണം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ അഡ്മിൻ അവളുടെ തുണിയില്ലാത്തൊരു ഫോട്ടോ AI വെച്ചും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോസ്റ്റ് ചെയ്യും. ഇതുപോലൊരു വിഷയമായിരുന്നു ആ വയനാടൻ ബ്ലോഗ് എന്ന് പറഞ്ഞ ആൾക്ക് മോർഫ് ചെയ്തിട്ട് അവരുടെ ഫോട്ടോ കൊടുത്തേക്കുന്നു. എടാ, ഇതൊക്കെ ചെയ്യുന്ന നിന്റെ ഒക്കെ വീട്ടിൽ അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? അല്ല, അറിയാൻ മേലാൻ ചോദിക്കുക, നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? അവരെ കാണുമ്പോഴും നിനക്ക് ഇതുപോലൊക്കെ എടുത്ത് ചെയ്യാൻ തോന്നുമോ? അല്ല, അതിനെക്കുറിച്ചും ആ ചേട്ടൻ പറയുന്നുണ്ടല്ലോ. അതിന്റെ കൂടെ തന്നെ പാർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ഫോൺ 250 രൂപ 300 രൂപ എന്ന് പറഞ്ഞിട്ട് അത് സ്ട്രീമേഴ്സ് ആയിട്ടുള്ള പെൺപിള്ളേരുടെയും അവരുടെ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ പാക്ക്. ഇത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പം ഇങ്ങനെ അയച്ചു കൊടുക്കലാണ് പരിപാടി, മനസ്സിലായ? ഇങ്ങനെ പേയ്മെന്റ് ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കലാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. ആൻഡ് വേറെ ഏറ്റവും വലിയൊരു കാര്യം പറയാം, ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം ഗൈസ്. നമുക്ക് ഈ ഗൂഗിൾ ഡൗൺലോഡ് ഇമേജസും അതുപോലെ നമ്മളൊരു ഫോണിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ. ചില അമ്മമാര് സ്വന്തം വീട്ടിലെ അമ്മ, ഞാൻ അതുകൊണ്ടാണ് അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചേക്കുന്നത് അമ്മയും പെങ്ങളും എന്ന്. ഞാൻ എന്നുവെച്ചാൽ ചായ തരാൻ വരുന്ന അമ്മ,
രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങള് ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പർട്ടിക്കുലർ പാർട്സിനെ പറ്റി എന്റെ ചേച്ചിയുടെ ഇതെങ്ങനുണ്ട് അതെങ്ങനുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട്. സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും കാര്യമാണ് ഈ പറയുന്നത്. ഇവനെ പോലെയുള്ളവന്മാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാളും ഭേദം പേപ്പട്ടിനൊക്കെ തല്ലി കൊല്ലുന്ന പോലെ തല്ലി കൊല്ലുന്നതാണ് നല്ലത്. അതിനേക്കാളും വിഷമാണ് ഇവന്മാര്. മനസ്സിലായോ? സ്വന്തം വീട്ടിലിരിക്കുന്ന അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തിട്ട് അവരുടെ ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ഇവന്മാര് പേപ്പട്ടികളെക്കാളും വിഷമാണ്. നിനക്കൊക്കെ അത്രയും മൂത്ത് നിൽക്കണ സ്വന്തം ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുക്കടാ. അങ്ങനെ ചെയ്. അല്ലാണ്ട് പെങ്ങളുടെ അമ്മയുടെ ഒക്കെ ഫോട്ടോ അല്ല ഇട്ട് കൊടുക്കേണ്ടത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊന്നും നന്നാവാനും പോകുന്നില്ല, ഇതൊന്നും മാറാനും പോകുന്നില്ല. ശരി എന്നാ, ടാറ്റ.